രക്ഷാബന്ധനാണ് കേട്ടോ. രക്ഷാബന്ധൻ ഫെസ്റ്റിവൽ. അപ്പോൾ അത് അഞ്ജുവിൻ്റെ ബ്രദേഴ്സിനൊക്കെ രാഖി കെട്ടാനായിട്ട് പോകണം. തൊട്ടടുത്ത വീടുകളിലൊക്കെയുള്ള ഞങ്ങളുടെ സാറുമാരുടെയൊക്കെ മക്കളാണ്. അപ്പോൾ കുഞ്ഞനിയന്മാരുണ്ട് കുറച്ച് പേര്. അപ്പോൾ നോക്കട്ടെ കാണിച്ചിരുന്നു. ഇന്നലെ വാങ്ങിച്ച രാഖി കേട്ടോ അതൊക്കെ. അതെല്ലാം എടുത്തതാ പോകണം കെട്ടാനായിട്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. ഇന്ന് ഞങ്ങൾക്കൊരു ഹോളിഡേ ആണ് കേട്ടോ. ഇന്ന് രക്ഷാബന്ധൻ്റെ ഹോളിഡേ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ട്, ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് അഞ്ജുവിൻ്റെ റിക്വസ്റ്റ് വെച്ച് നമ്മൾ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ പോകണം ഉച്ചയ്ക്ക് ലഞ്ചിന്. അപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ചെയ്തു വെച്ചു. ടൈം കിട്ടിയപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടാക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ റൈസൊക്കെ ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് എഗ് റോസ്റ്റ് കൂടി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അഞ്ജുവിന് ഇന്ന് എന്തെങ്കിലും ഹോളിഡേ ഒക്കെ ഉള്ളപ്പോൾ, ഹോളിഡേ അല്ലെങ്കിൽ സൺഡേ ഒക്കെ ഉള്ളപ്പോൾ അഞ്ജുവിന് സ്പെഷ്യൽ ഭയങ്കര ഒരു ഇഷ്ടമാണ്. സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഞാനിന്ന് സാമ്പാർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കേണ്ട മമ്മി 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കും, ഹോളിഡേ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്ലാൻ മാറ്റി അങ്ങനെ ടൊമാറ്റോ റൈസിലേക്ക് നീങ്ങിയതാണ്. അപ്പോൾ നമുക്കിനി കിച്ചണിലേക്ക് കിടക്കണം ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതാ കിച്ചണിലേക്ക് കടന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് സബോള, 2 വലിയ സബോള എടുത്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. 3 പച്ചമുളക് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് വാങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതും കൂടെ വെച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. പിന്നെ തക്കാളി ഞാനൊരു 2 വലിയ തക്കാളി എടുത്തതാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ തക്കാളി ഒരു 3-4 ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇത്രയും ഐറ്റംസിലൂടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചാലോ. റൈസ് ഞാൻ എന്താ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ വാങ്ങിയ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഇന്ന് രാവിലെ തന്നെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ അത് വർക്കിംഗ് ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓണാക്കി നോക്കി, കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വർക്കിംഗ്. ഞങ്ങളുടെ മുമ്പ് ഉണ്ടായിരുന്നത് പ്രസ്റ്റീജ് ആയിരുന്നു. പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ബജാജിൻ്റെ കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2950. നമുക്ക് അറിയുന്ന കടയായതുകൊണ്ട് ഇത്തിരി കുറച്ച് തന്നിട്ടുണ്ട്. നല്ല ഇൻഡക്ഷൻ കുക്കറാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. 1 ഇയർ ഗ്യാരണ്ടിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താവും അങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ബജാജിൻ്റെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ റൈസ് ഇവിടെ കുക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ റൈസ് ഞങ്ങളുടെ ഇവിടുത്തെ UP അരി വെച്ച് തന്നെയാണ് കേട്ടോ റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാസ്മതി അരിയോ അല്ലെങ്കിൽ ബിരിയാണി റൈസൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുത്ത് നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ഈവൻ നമ്മുടെ കുത്തരി വെച്ചാലും നമുക്ക് ഉണ്ടാക്കാം. അതിലുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴൊക്കെ ഉണ്ടാക്കാം ടൊമാറ്റോ റൈസ്. അതും നല്ല അടിപൊളിയാണ്. ഞാൻ പണ്ട് ലൈം റൈസിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, ലെമൺ റൈസിൻ്റെ. അത് നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് കണ്ട് നല്ല കമൻസും നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ടൊമാറ്റോ റൈസിൻ്റെ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകുന്ന ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത് ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇന്ന് ഉച്ചക്കാലത്തെ ലഞ്ചിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാനൊക്കെ ഞാൻ വാഷ് ചെയ്തിവിടെ റെഡിയാക്കി വെച്ചായിരുന്നു. നമ്മുടെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിലാകുമ്പോൾ തൽക്കാലത്തേക്ക് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാൻ നല്ലപോലെ ചൂടായി, ഓയിലും നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കടുകാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഉഴുന്നും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2-3 കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായ ഒരു 2 ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ റൈസ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഒരു 2-3 കരയാമ്പൂ, 3-4 മതി. ഇനി നമുക്കൊരു 2-3 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ ചൂടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള, പച്ചമുളക് ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലപോലെ തന്നെ വഴന്ന് കിട്ടണം. നന്നായി വഴന്ന് കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് വഴന്ന് വരാൻ എന്തായാലും ഒരു കുറച്ച് സമയം പിടിക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ടൈം ലാഭിക്കാം. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് എഗ് റോസ്റ്റ് കൂടി ഉണ്ടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഞാൻ എഗ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പാനും കൂടെ അപ്പുറത്ത് അടുപ്പത്ത് വെക്കാൻ പോകും. ഇവിടെ നമ്മുടെ പാൻ ചൂടാവട്ടെ. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എഗ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ 4 എഗ്ഗ്
ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു 2 ചെറിയ സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പില, 2-3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ റൈസാണ്. അപ്പോൾ പിന്നെ എഗ്ഗ് റോസ്റ്റിലേക്ക് നമുക്ക് അധികം തക്കാളി വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പറഞ്ഞെടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായി എടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി തക്കാളി ആവുമല്ലോ എന്ന് വെച്ച് ഞാൻ കുറച്ചെടുത്തേക്കുന്നത്. വിരൽ ശരിയായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് കെട്ടി വെച്ചിരിക്കുന്നത്. ഓക്കെ ആയിട്ടില്ല, വലിയ കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ കൊള്ളുമ്പോൾ പിന്നെ വേദന എടുക്കും, പിന്നെ അതിങ്ങനെ തുറന്നു വരും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എഗ്ഗ് റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ സബോളയൊക്കെ വഴന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് സെയിം നമ്മുടെ എഗ്ഗ് റോസ്റ്റിലേക്കും ചേർക്കണം. ഇതിവിടെ കിടന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ. നമുക്ക് എഗ്ഗ് റോസ്റ്റിനെ അവിടെ നിന്ന് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ഞാൻ മാറ്റണം ഓയിലിൽ നിന്ന്. അഞ്ജലി ഇങ്ങനെ എഗ്ഗ് ഇതേപോലെ ഒന്ന് മൊരിഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. ഈ പുറത്തൊക്കെ ഇതേപോലത്തെ ഒരു ലെയർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ എഗ്ഗ് റോസ്റ്റിനുള്ള നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എഗ്ഗ്. ഇനി നമുക്ക് സെയിം ഓയിലിലേക്ക് ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബോളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സബോള ഇവിടെ വഴന്ന് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മസാലകളൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കിയെടുത്ത് നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിടാം. അവിടെ ഇന്നത്തെ രക്ഷാബന്ധൻ സ്പെഷ്യലാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ ലഞ്ച്. ശരിക്കും പറഞ്ഞാൽ 5 പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയ തോന്നിയതാട്ടോ. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ടൊമാറ്റോ റൈസ് വയ്ക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. 5 പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും സ്പെഷ്യൽ ആയിക്കോട്ടെ. ഇനി ഓരോരോ പൊടികളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൈസിലേക്ക് വേണ്ട റൈസ് ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മൊത്തം റൈസിനൊരു യെല്ലോയിഷ് കളർ വരാനായിട്ട് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് കാശ്മീരി മുളക് പൊടി നമ്മുടെ റൈസിനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്. അപ്പോൾ നമ്മുടെ റൈസ് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നല്ലൊരു ഗരം മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മസാലയൊക്കെ ഒന്ന് ചൂടാവാനായിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ സിമ്പിളാണ്. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. ഇതിനകത്ത് എനിക്ക് ഓയിൽ ഇത്തിരി കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിനകത്തേക്ക്. നമ്മൾ ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ലെമൺ റൈസ് ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിൽ ഇത്തിരി മുൻപിൽ നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് മുഴുവൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വേഗത്തിൽ കുക്കാവാനായിട്ട് കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി റൈസിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പോരായ്മയുള്ളത് നമുക്ക് തക്കാളി വേഗം കുക്കായി കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കില്ല. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ നമുക്ക് നല്ലപോലെ വഴന്ന് കിട്ടണം. ഇത് വഴന്ന് വരാനായിട്ട് നമുക്കൊന്ന് ഇത് നേരെ അടച്ച് വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിം വയ്ക്കാം കേട്ടോ. നമ്മുടെ എഗ്ഗ് റോസ്റ്റിനുള്ള സബോള നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടിരിക്കുകയായിരുന്നു. ഇവിടെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് റൈസ് ഒന്ന് തുറന്ന് നോക്കാം. പ്രഷറൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടിരിപ്പുണ്ട്. നല്ലപോലെ തന്നെ വിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഞാനിതിനകത്തേക്ക് ഇത്തിരി നാരങ്ങ നീരും കൂടി ചേർത്തിരുന്നു കേട്ടോ. ഒരു ഹാഫ് നാരങ്ങയുടെ ക്യൂബ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു.
നമുക്കിങ്ങനെ റൈസ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഗ് റോസ്റ്റിനുള്ള സവോളയും നല്ലപോലെ വളർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് വേണ്ട മസാലകളും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തേക്കുന്നതുകൊണ്ട് എരിവിനുള്ള മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. മസാലയൊക്കെ ഇതാ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി അത് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് തക്കാളി കുക്കാവാനായിട്ട് ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇത് തക്കാളിയൊക്കെ നല്ലപോലെ കുക്കാവട്ടെ. ഈ സമയത്ത് നമുക്ക് റൈസിന് വേണ്ടിയുള്ള ടൊമാറ്റോ കുക്കായത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ കാലിയാക്കിയ പാത്രങ്ങളൊക്കെ കഴുകണം, കുക്കർ കഴുകണം, അങ്ങനെ ഒത്തിരി പണികളുണ്ട്. അഞ്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പറയണ്ട. ഇന്ന് രക്ഷാബന്ധൻ്റെ അന്ന് അഞ്ചു ഇന്ന് രാവിലെ എണീക്കുമ്പോൾ തന്നെ ചേട്ടൻ്റെ കൈമ രാഖി കെട്ടി കൊടുക്കാറുള്ളത് ആൽവിൻ ചേട്ടൻ്റെ കയ്യിൽ. ഇപ്പോൾ അത് പറ്റാത്ത കാരണം കൊണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് അങ്ങനെ ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടീച്ചേഴ്സിൻ്റെയൊക്കെ മക്കളുടെ അടുത്ത് അവരെല്ലാവരും കൂടെ പോയിട്ടുണ്ട്. സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ബ്രദേഴ്സിനെ കെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ രാഖി കെട്ടിക്കഴിയുമ്പോൾ ഒരു ചെറിയ സന്തോഷം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ ഒരുവിധം വളർന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഇപ്പോൾ റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ നല്ലപോലെ സ്മാഷായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനി റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് എനിക്ക് ഓയിൽ ഇത്തിരി കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാനൊരു ശകലം കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാണ്. നമുക്കിനി റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ റൈസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എഗ് റോസ്റ്റിനുള്ളതെല്ലാം ഇവിടെ റെഡി ആയിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ തന്നെ വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ബോയിൽ ചെയ്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി. ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം ഗ്രേവി പോലെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല. അഞ്ജുന് ഇങ്ങനെയാണ് ഡ്രൈ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ കുഴപ്പം പാകം. അതിലും കൂടുതൽ വെള്ളം ചേർക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നുള്ളൂ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിടാം, കാരണം എല്ലാം റെഡിയാണ്. പിന്നെ നമുക്ക് റൈസ് എടുത്ത് താഴേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൈസാണ് ടൊമാറ്റോ റൈസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം. എന്നാൽ അവർക്കൊരു സ്പെഷ്യലാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൂടെ മല്ലിയില ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ഇത്തിരി കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മുകളിൽക്കൂടെ നമ്മുടെ ജസ്റ്റ് ഒരു ചെറിയൊരു ഡെക്കറേഷനായിട്ട് കറിവേപ്പില ഇടുന്നു. നിങ്ങളുടെ മല്ലിയില ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ റൈസ്. അപ്പോൾ അങ്ങനെ ടൊമാറ്റോ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ എഗ്ഗ് റോസ്റ്റും റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉച്ചക്കലത്തെ ലഞ്ച് ഇതാ റെഡി. അപ്പോൾ അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസും അതുപോലെ തന്നെ എഗ്ഗ് റോസ്റ്റും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം നല്ല അടിപൊളി മാങ്ങ അച്ചാറും ഇരിപ്പുണ്ട്. അപ്പോൾ മാങ്ങ അച്ചാറും എഗ്ഗ് റോസ്റ്റും ടൊമാറ്റോ റൈസും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഹോളിഡേ, അതായത് രക്ഷാബന്ധൻ്റെ ഹോളിഡേ ലഞ്ച് അടിപൊളി സ്പെഷ്യൽ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ റൈസ് നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാറില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തോളൂ. നല്ല സൂപ്പറായിരിക്കും. പ്രത്യേകിച്ച് സൺഡേസിലും അതുപോലെ ഹോളിഡേ ഒക്കെ കിട്ടുമ്പോൾ മക്കൾക്കൊക്കെ അവരുടെയൊക്കെ ഒരു മനസ്സിനിഷ്ടമുള്ള ഐറ്റംസൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കും നമുക്ക്. പക്ഷെ അവർക്ക് അതൊരു സ്പെഷ്യലായിട്ട് തോന്നുകയും ചെയ്യും. ഇവിടെ അഞ്ജു ചേട്ടനെ, ആൽവി ചേട്ടനെ വീഡിയോ കോൾ വിളിച്ച് രാഖി കെട്ടിക്കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആൾ. വൈകുന്നേരം ഇപ്പോൾ ചേട്ടനെ വീഡിയോ കോൾ വിളിച്ചു. ഞാൻ ചേട്ടന് വീഡിയോയിൽ കൂടെ രാഖി കെട്ടിത്തരാമെന്നും പറഞ്ഞ് അങ്ങനെ കെട്ടിക്കൊടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് സമാധാനമായി. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ രാവിലെയൊക്കെ. രാഖി കെട്ടാൻ ചേട്ടനില്ല, ആദ്യമായിട്ടാണ് ചേട്ടന് രാഖി കെട്ടിക്കൊടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും വിഷമമൊക്കെ മാറ്റി വീഡിയോയിൽ കൂടെ ഫോൺ വിളിച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വിഷമമൊക്കെ മാറി കേട്ടോ അഞ്ജുൻ്റെ. അപ്പോൾ ഇന്നത്തെ ടൊമാറ്റോ റൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. എങ്കിൽ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ ബൈ.